പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്കൊരു വിശുദ്ധന്റെ വചനം കേട്ടാലോ. നിന്റെ അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ചാൽ നിനക്ക് വിശുദ്ധനാവാം. വിശുദ്ധ മേരി ജോസഫ് റോസല്ലോ. കൂട്ടുകാരെ, വിശുദ്ധനാകാനുള്ള എളുപ്പവഴി നിങ്ങളെല്ലാരും പഠിച്ചില്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ. ആമുക്കുട്ടന്റെ പേരെന്താ? ജെയ്നീസ സിനോജ്. ഏത് നാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. മീനിന്റെ പേരെന്താ? സെറിൻ മേജോ. ഏത് നദിയിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറക്കാട്ടിന്ന്. കീരിക്കുട്ടന്റെ പേരെന്താ? ഡാനിയൽ സണ്ണി. ഏത് നാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ. തത്തമ്മയുടെയോ? മെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് ഈശോ പ്രവർത്തിച്ച ഒരു അത്ഭുതത്തെ പറ്റി കേട്ടാലോ. യേശു വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ? അതിലൊരു അത്ഭുതമാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയത്. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാരും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരും ഉപവാസത്തെക്കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ പ്രമാണി വന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ മകൾ മരണത്തോട് മല്ലു പിടിക്കുകയാണ്. അങ്ങ് വന്ന് എൻ്റെ മകളെ ഒന്ന് തൊട്ടാൽ മതി, അവൾ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ വിശ്വാസം കണ്ടതും ആ വീട്ടിലേക്ക് പോകാമെന്ന് യേശു തീരുമാനിച്ചു. അങ്ങനെ യേശുവും ശിഷ്യന്മാരും ആ ഭരണാധികാരിയും അവൻ്റെ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. ഭരണാധികാരിയോടൊപ്പം യേശുവും ശിഷ്യന്മാരും പോകുന്നത് കണ്ട് ജനങ്ങളെല്ലാവരും എന്തോ വലിയ സംഭവം സംഭവിക്കാൻ പോകുകയാണെന്ന് വിചാരിച്ച് അവരുടെ കൂടെ പോയി. വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. യേശുവിന് ചുറ്റും കുറേ ആളുകൾ തിങ്ങിക്കൂടി. യേശുവിന് നടക്കാൻ പോലും സാധിക്കാത്തത്ര ആളുകൾ യേശുയുടെ ചുറ്റുമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ യേശുവിൻ്റെ ഒന്ന് തൊട്ടാൽ മതി താൻ സുഖം പ്രാപിക്കുമെന്ന് അമിതമായി വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ തിക്കിനും തിരക്കിനുമിടയിൽ ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ ഒരറ്റത്ത് ചെറുതായി തൊട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചേ? അപ്പോൾ തന്നെ യേശുവിന് മനസ്സിലായി, ഈ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ആരോ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. യേശു ഉടനെ തന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആളുകളോടായി ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. ശിഷ്യന്മാർ ഈശോയോട് എന്താ പറഞ്ഞത്? ഗുരു, അങ്ങയുടെ ചുറ്റും ഇത്രയും ജനങ്ങൾ കൂടിയിരിക്കുകയാണ്. അവരിൽ ആരാണ് അങ്ങേ സ്പർശിച്ചതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? മാത്രവുമല്ല, അത് അറിയാതെ ആരെങ്കിലും തൊട്ടതായിരിക്കും. പക്ഷേ യേശു പറഞ്ഞു, അങ്ങനെയല്ല, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ പേടിച്ചു വിറച്ച് ഈശോയുടെ മുൻപിലേക്ക് വന്നു ഈശോയോട് പറഞ്ഞു, ഗുരു, ഞാനാണ് അങ്ങേ സ്പർശിച്ചത്. അപ്പോൾ ആ സ്ത്രീ തുടർന്ന് പറഞ്ഞു, ഗുരു, 12 വർഷമായി ഞാൻ രക്തസ്രാവം ബാധിച്ച് ബുദ്ധിമുട്ടുകയാണ്. അങ്ങയുടെ വസ്ത്രത്തിന്റെ തുമ്പിലൊന്ന് തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് ഞാൻ അമിതമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്പർശിച്ചത്. അവളുടെ വിശ്വാസം കണ്ട് യേശു അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ സ്ത്രീയുമായി യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭരണാധികാരിയുടെ വീട്ടിൽ നിന്നും ആളുവന്ന് ഭരണാധികാരിയോട് പറഞ്ഞു, ഗുരു, അങ്ങയുടെ മകൾ മരിച്ചിരിക്കുന്നു. ഇനി വെറുതെ ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഭരണാധികാരിയോടൊപ്പം യേശുവും ഭരണാധികാരിയുടെ വീട്ടിലേക്ക് പോയി. തൻ്റെ മകൾ മരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു. അപ്പോൾ യേശു അവിടെ കൂടിയിരുന്ന എല്ലാവരോടും പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഇതെല്ലാം കേട്ടപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന ആളുകൾ, ഈ മനുഷ്യൻ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുക്കുവാൻ തുടങ്ങി. അപ്പോൾ ഉടനെ യേശു ഭരണാധികാരിയുടെ വീട്ടിലേക്ക് ആ മകൾ കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ ശിഷ്യന്മാരായ 3 പേരും ഭരണാധികാരിയുടെ അമ്മയും പിതാവുമല്ലാതെ ആ മുറിയിൽ മറ്റാരെയും ഈശോ പ്രവേശിച്ചില്ല. എന്നിട്ട് ഈശോ ആ മുറിയിൽ പ്രവേശിച്ചിട്ട് ആ മകളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, മകളെ, എഴുന്നേൽക്കുക.
ഉടനെ തന്നെ ആ മകൾ എഴുന്നേറ്റു. അപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെങ്ങനെ സംഭവിക്കും? മരിച്ചുപോയ ആള് എങ്ങനെയാണ് പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്? അപ്പോൾ യേശു ആ അമ്മയോട് പറഞ്ഞു, അവൾക്ക് വിശക്കുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക. അപ്പോൾ യേശുവിന്റെ വാക്ക് കേട്ട് ആ അമ്മ മകൾക്ക് ഭക്ഷണം വിളമ്പി. അങ്ങനെ യേശു അവിടെ നിന്ന് വീണ്ടും യാത്രയായി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല മെസ്സേജ് ഉള്ള കഥയല്ലായിരുന്നു അത്? നമ്മുടെ കുസൃതിക്കുടിക്കായ അന്നമോളുടെ ഇന്നത്തെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മാലാഖേ. ഹായ് എന്റെ മോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് എന്റെ മോളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. മാലാഖ കഴിഞ്ഞ ദിവസം ഭാരതത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റി പറഞ്ഞു തന്നായിരുന്നല്ലോ. അതെല്ലോ. പണ്ട് കേരളത്തിലും ഉണ്ടായിരിക്കുമല്ലോ ഗണിതശാസ്ത്രജ്ഞന്മാർ. അവരെക്കുറിച്ച് മാലാഖ എനിക്കിപ്പോ പറഞ്ഞു തരാമോ? അതിനെന്താ എന്റെ മോളെ? സംഗമ ഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, പുതുമന ചോമാതിരി എന്നിവരായിരുന്നു പ്രാചീന കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാർ. ഇവരെന്തൊക്കെയാ മാലാഖയെ കണ്ടുപിടിച്ചത്? കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായിരുന്നു പുതുമന ചോമാതിരി. കരണ പദ്ധതി എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുതുമന ചോമാതിരിയാ. താളിയോലകളിൽ മാത്രം എഴുതിയതുകൊണ്ട് ചോമാതിരിയുടെ കരണ പദ്ധതി ജ്യോതിഷ ഗ്രന്ഥം മാത്രമായി പോയി. അനന്ത ശ്രേണികളുടെ നിർവചനവും പയ്യുടെ കൃത്യമായ മൂല്യം കാണുന്ന വിധവുമെല്ലാം ചോമാതിരിയുടെ കരണ പദ്ധതിയിലുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരായിരുന്ന ന്യൂട്ടൻ, ലിബ്നിസ് എന്നിവരുടെ പേരിലാണ് കലനശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ രചിച്ച കരണ പദ്ധതിയിൽ കലനത്തിന്റെ പല അടിസ്ഥാന തത്വങ്ങളും ഉപയോഗിച്ചിരുന്നു. ചോമാതിരി തൃശൂരിലെ പുതുമന ഇല്ലത്ത് 1660-ലാണ് ജനിച്ചത്. പഞ്ചബോധം, ന്യായഗണിതം, ജാതകാദേശമാർഗം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ ചോമാതിരിയുടേതായിട്ടുണ്ട്. സംഗമഗ്രാമ മാധവൻ ഏതൊക്കെ ഗ്രന്ഥങ്ങളാ മാലാഖയെ രചിച്ചിട്ടുള്ളത്? 74 ശ്ലോകങ്ങളുള്ള വേണ്വാരോഹം സംഗമഗ്രാമ മാധവൻ എഴുതിയത് AD 1400-ലാ. കാൽക്കുലസ് എന്ന പ്രശസ്തമായ ഗണിതശാസ്ത്ര ശാഖ ന്യൂട്ടനേക്കാൾ 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഗമഗ്രാമ മാധവൻ കണ്ടെത്തിയിരുന്നു. ഗോളഗണിതത്തിൽ പ്രഗത്ഭനായിരുന്ന മാധവൻ പിൽക്കാലത്ത് ഗോളവിദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പയ്യുടെ മൂല്യം 10 ദശാംശ സ്ഥാനം വരെ കൃത്യമായി കണ്ടെത്താൻ മാധവന് കഴിഞ്ഞിരുന്നു അന്നമോളെ. അദ്ദേഹത്തിന്റെ വീട് കേരളത്തിൽ എവിടെയായിരുന്നു മാലാഖേ? സംഗമഗ്രാമം ഇന്നത്തെ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലായിരുന്നു. AD 1340-ലാട്ടോ മാധവൻ ജനിച്ചത്. അപ്പൊ വടശ്ശേരി പരമേശ്വരനോ? AD 1360-ൽ പാലക്കാട് ജില്ലയിലെ വടശ്ശേരി ഇല്ലത്താണ് വടശ്ശേരി പരമേശ്വരൻ ജനിച്ചത്. സംഗമഗ്രാമ മാധവന്റെ പ്രധാന ശിഷ്യനായിരുന്നു വടശ്ശേരി പരമേശ്വരൻ. തൃഗണിതം എന്ന ഗണിത പദ്ധതിയാണ് പരമേശ്വരന്റെ മഹത്തായ സംഭാവന. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ മാലാഖേ? ദൃഗണിതം, ഗോളദീപിക, ഗ്രഹണാഷ്ടകം, ചന്ദ്രഛായ ഗണിതം തുടങ്ങി 30-ലധികം ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പരമേശ്വരന്റേതായിട്ടുണ്ട്. ആര്യഭടീയം, മഹാഭാസ്കരീയം, സൂര്യസിദ്ധാന്തം, ലീലാവതി എന്ന പ്രധാന കൃതികൾക്കെഴുതിയ പരമേശ്വരന്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധേയങ്ങളാട്ടോ. നീണ്ട 55 വർഷത്തെ നിരീക്ഷണങ്ങളാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൃത്യമായി നിർവചിക്കാനും ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പരമേശ്വരനെ സഹായിച്ചത്. അങ്ങനെയാണ് പരമേശ്വരൻ ദൃഗണിതത്തിന്റെ രചന പൂർത്തിയാക്കിയത്. എന്റെ അമ്മോ. പരഹിതം എന്ന ജ്യോതിശാസ്ത്ര പഠനത്തിലെ കണക്കുകൂട്ടൽ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാനായി 1430-ൽ പരമേശ്വരൻ ദൃക് സമ്പ്രദായം രൂപീകരിക്കുകയുണ്ടായി. അത് കൊള്ളാമല്ലോ. ഇങ്ങനെ കേരളത്തിലെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ അമൂല്യ രത്നങ്ങളായി വരരുചി, ഹരിദത്തൻ എന്നിവരും കൂടി ഉണ്ട് അന്നമോളെ. അവരെ കുറിച്ചൊക്കെ മറ്റൊരിക്കൽ ഈ മാലാഖ അന്നമോൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ശരി മാലാഖേ. എന്നാ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ. ബൈ മാലാഖേ. ബൈ അന്നമോളെ. കൂട്ടുകാരെ, അന്നമോൾക്ക് ഇന്ന് എന്തൊരു സംശയങ്ങളായിരുന്നല്ലേ. അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചില്ലേ. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും നമുക്കൊന്ന് വിഷ് ചെയ്താലോ?
കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പഠിച്ചാലോ? ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഈശ്വരന്റെ മുമ്പിൽ വെക്കാൻ ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾക്ക് വേണ്ടത് പേപ്പർ കപ്പ്, ഗം, പെയിന്റ്, പിന്നെ സീസേഴ്സ്, പെയിൻ ബ്രഷ്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ പേപ്പർ കപ്പ് എടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് പേപ്പർ കപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ കപ്പ് നടുവേ കട്ട് ചെയ്യാം. ഇനി നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കി എടുക്കാം. ഇനി നമുക്കിത് നേരെയാക്കി എടുക്കാം. ഇനി നമുക്കിത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ ബ്ലൂ കളർ പെയിന്റ് കൊടുക്കാം. ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്ലവർ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ കപ്പിന്റെ മുകളിൽ ഗം തേക്കാം. ഇനി നമുക്ക് ഇതിൽ ഫ്ലവർ ഒട്ടിച്ചു വെക്കാം. അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുത്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഇന്ന് എക്സ് പഠിപ്പിച്ച ക്രാഫ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യണേ. എങ്കിൽ ആഗ്നസ്, നമുക്കൊരു ബൈബിൾ വചനം പഠിച്ചാലോ? ഓക്കേ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? കുരിശിലേറി ഉയിരു നൽകിയ സ്നേഹം തിരുനിണത്താൽ
കഴുകി നീ എൻ്റെ പാപം. കുരിശിലേറി ഉയിരു നൽകിയ സ്നേഹം, തിരുനിണത്താൽ കഴുകി നീ എൻ്റെ പാപം. തൻ മുറിവിനാൽ എന്നെ സ്വന്തമാക്കിയ ദൈവം, വിരിഞ്ഞ കരവുമായി മാടി വിളിക്കുന്ന സ്നേഹം, ദിവ്യ സ്നേഹം, നിത്യസ്നേഹം. കുരിശിലേറി ഉയിരു നൽകിയ സ്നേഹം. ദാനമായി തന്ന ജീവിതം നീ പാപപങ്കിലമാക്കുമ്പോൾ, ദാനമായി തന്ന ജീവിതം നീ പാപപങ്കിലമാക്കുമ്പോൾ, ഓർക്കുമോ നിനക്കായി നാഥൻ രക്തം ചിന്തിയ വേദന, ഓർക്കുമോ നിനക്കായി നാഥൻ രക്തം ചിന്തിയ വേദന. ഹേതുവായതിൻ ഘോര പാപം വെറുക്കുവാൻ നിനക്കാവുമോ? ഈ ജന്മം ദൈവമേ നിന്റെ ദാനം, ആ സ്നേഹമേശുവേ അചഞ്ചലം. ഈ ജന്മം ദൈവമേ നിന്റെ ദാനം, ആ സ്നേഹമേശുവേ അചഞ്ചലം. കുരിശിലേറി ഉയിരു നൽകിയ സ്നേഹം, തിരുനിണത്താൽ കഴുകി നീ എൻ്റെ പാപം. വാനിൽ പാറുന്ന കിളികളും വയലിൽ പൂക്കുന്ന ലില്ലിയും, വാനിൽ പാറുന്ന കിളികളും വയലിൽ പൂക്കുന്ന ലില്ലിയും, വെറും ധൂളിയായി മറങ്ങിടുമ്പോൾ നിൻ ഹൃത്തിലേകിയ ആത്മാവിനെ, വെറും ധൂളിയായി മറങ്ങിടുമ്പോൾ നിൻ ഹൃത്തിലേകിയ ആത്മാവിനെ, ആ നാഥനേകിയ നിത്യജീവൻ ത്യജിക്കുവാൻ നിനക്കാവുമോ? നിൻ രൂപം നൽകി നീ ധന്യമാക്കി, എന്നാത്മാവെത്രയോ ശ്രേഷ്ഠമാക്കി. നിൻ രൂപം നൽകി നീ ധന്യമാക്കി, എന്നാത്മാവെത്രയോ ശ്രേഷ്ഠമാക്കി. കുരിശിലേറി ഉയിരു നൽകിയ സ്നേഹം, തിരുനിണത്താൽ കഴുകി നീ എൻ്റെ പാപം. കുരിശിലേറി ഉയിരു നൽകിയ സ്നേഹം, തിരുനിണത്താൽ കഴുകി നീ എൻ്റെ പാപം. തൻ മുറിവിനാൽ എന്നെ സ്വന്തമാക്കിയ ദൈവം, വിരിഞ്ഞ കരവുമായി
സ്നേഹം ദിവ്യ സ്നേഹം നിത്യസ്നേഹം കുരിശിലേറി ഉയിരു നൽകിയ സ്നേഹം തിരുനിണത്താൽ കഴുകി നീ എൻ്റെ പാപം. കൂട്ടുകാരെ, നമ്മളുടെ കൊച്ചു കൂട്ടുകാർ പാടിയ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നില്ലേ അത് കേൾക്കാൻ? എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ, അതിന് ഉത്തരം പറയാമോ? ഓക്കെ. ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന വസ്തു. എനിക്കൊരു ക്ലൂ തരാമോ ഇവാനിയ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. എനിക്കറിയത്തില്ല. മുട്ടയാണ് അതിന്റെ ഉത്തരം. ഓ, മുട്ടയായിരുന്നോ? എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിയുമ്പോൾ സൂക്ഷിച്ചു വെക്കും. എന്താണ് എൻ്റെ ഉത്തരം? എനിക്കറിയില്ല. മീൻവലയാണ് എൻ്റെ ഉത്തരം. ഓ, മീൻവലയോ? മീൻവല എറിഞ്ഞല്ലേ നമ്മൾ മീനിനെ പിടിക്കുന്നത്? ആ, അതെ. പിന്നെ നമ്മളത് സൂക്ഷിച്ചു വെക്കും. ഓ, അങ്ങനെയായിരുന്നു അല്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എങ്കിൽ കൂട്ടുകാരെ, ഇപ്രാവശ്യം കളിമുറ്റത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്ന പടം ആരുടെ ആയിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇങ്ങനെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും പാട്ടുകൾ പാടാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.